അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കടന്നു വരുമ്പോൾ എല്ലാ വർഷവും ഉള്ളതാണ് വഹാബികൾക്ക് ഒരു വല്ലാത്ത തരിപ്പ്. ഒരുപാട് കുരച്ചു നോക്കും അവർ. എന്നാൽ സമൂഹത്തിൽ മറ്റെന്ത് നടമാടിയാലും അതിനൊന്നും ഒരക്ഷരം മിണ്ടില്ല. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും പറയാതെ ഈ നബിദിനത്തിനെ മാത്രം പറയുന്നു. എന്നാൽ നബിദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ്. അപ്പോൾ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂലോകത്തേക്ക് ജാതനായി എന്ന സന്തോഷം രേഖപ്പെടുത്തുകയാണ്, നബിയോടുള്ള സ്നേഹം തുറന്ന് കാണിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ് ഒരു മുസ്ലിം സഹോദരൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അണികൾ ചെയ്യുന്നത്. അതിനെയാണ് അവർ വലിയൊരു ഭീകരത്വമായിട്ട് കാണുന്നത്. സന്തോഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷങ്ങൾ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അതിനെ ഇസ്ലാമികവൽക്കരിച്ച് അതിന് ഇസ്ലാമിൽ എന്താണ് തെളിവ്, അതിന് ഖുർആനിൽ എന്താണ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്നത്. എന്നാൽ ഖുർആനിൽ തെളിവും ഖുർആൻ നിഷിദ്ധമായി എതിർത്ത കാര്യങ്ങളും എന്തെല്ലാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവർ ഒരു കമാന്നൊരക്ഷരം സമൂഹത്തിൽ മിണ്ടുകയോ സമൂഹത്തിന് അതിനെക്കുറിച്ചൊരു പാഠം കൊടുക്കുകയോ ചെയ്യുന്നില്ല. അതാണ് സത്യം. ഇപ്പോൾ നോക്കൂ, നബിദിനവും മീലാദു ഷരീഫ് ആഘോഷവും ഓണാഘോഷവും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ മുസ്ലിം സ്ത്രീകൾ എത്രയോ ഓണാഘോഷത്തിന് അവരുടെ ഉടയാടകൾ ഉടുത്തുകൊണ്ട് ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ പലതരം ഉടയാടകൾ എടുക്കല്ല. അപ്പോൾ നമ്മൾ പെരുന്നാൾക്കൊക്കെ പല വസ്ത്രങ്ങളാണ് അണിയാറുള്ളത്. പല വസ്ത്രങ്ങളും നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ പലതും. എന്നാൽ ഈ ഓണത്തിന് പ്രത്യേക ഒരു വസ്ത്രമുണ്ട് അവർക്ക്. ആ വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് പൂക്കളം വരക്കാനും പൂക്കളമിടാനും അതുപോലെ തന്നെ നൃത്തം വെക്കാനും തെയ്യം കളിക്കാനും ഒക്കെ അവർ തയ്യാറായിട്ട് അവർ കെട്ടിയൊരുങ്ങി ചമഞ്ഞു പോകുന്നു. ഇതിനെക്കുറിച്ചൊന്നുമില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇന്ന് വരെ ഒരു വഹാബി പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ വർഗീയതയാവുമെന്ന് വിചാരിച്ചിട്ടാണോ? വർഗീയതയാവുന്നത് എങ്ങനെ? മറ്റു ഒരു സമുദായം ആദരിച്ച് കാണുന്ന പ്രവൃത്തിയെ അവഹേളിച്ച് കാണിക്കുക എന്നത് ഇസ്ലാം തീർച്ചയായിട്ടും എതിർത്തിട്ടുണ്ട്. അവരുടെ വേഷങ്ങൾ ആ വേഷങ്ങൾ സ്വീകരിക്കരുതല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എത്ര പെൺകുട്ടികൾ ഒരു പെൺകുട്ടി അമ്പലക്കുളത്തിൽ കാല് കഴുകിയ ഒരു സംഭവമുണ്ടായി. സത്യത്തിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ അയിത്തമായോ എന്നൊക്കെ പറഞ്ഞ് പലവും പരിഹസിച്ച കമൻ്റൊക്കെ വിട്ടിരുന്നു. പക്ഷേ അത് തെറ്റ് തന്നെയാണ്. അവർ ആദരിച്ച് വെച്ച ആ കുളം അല്ലെങ്കിൽ ആ വെള്ളം അല്ലെങ്കിൽ ആദരിച്ച് വെച്ചൊരു വസ്തു അതിന്മേൽ തൊടരുത് എന്ന് പറഞ്ഞാൽ അത് തൊടാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ വുളു ഇല്ലാതെ തൊടരുത് എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല. എന്നാൽ തൊടുന്നുണ്ട്. തെറ്റല്ലേ? തെറ്റാണ്. ആ തെറ്റിനെ ആരാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്? ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? വിൽപ്പനയ്ക്ക് വേണ്ടിയും പിന്നെ അതുപോലെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും അത് തൊടുന്നുണ്ട്. അതിനെപ്പറ്റി ആരാണ് പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്രത്തോളം അത് ആദരിക്കുന്നില്ല, വേണ്ട പോലെ ആദരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായ റമദാനിനെ വളരെയധികം ബഹുമാനിക്കുന്നു. അപ്പം അതേമാതിരി പരിശുദ്ധ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ആ ദിവസത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. ആര്? നബിയെ സ്നേഹിക്കുന്നവർ, ഖുർആനിനെ ആദരിക്കുന്നവർ. ഇവരെന്താ ചെയ്യുന്നത്? ഇവരെന്താ ചെയ്തത്? ഇവർ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു തലയും വാലുണ്ടോ? ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇപ്പോൾ മറ്റ് സമുദായക്കാർ ഇതിനെക്കുറിച്ചൊരു വിശകലനം ചെയ്യുകയാണെങ്കിൽ അവരെന്താ പറയുക? അവർ പറയും, എന്തുകൊണ്ട് ലോകത്ത്
ഏറ്റവും കൂടുതൽ പറയപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് എന്തുകൊണ്ടത് തെറ്റാകും എന്ന് ഒരു അന്യ സമുദായക്കാരൻ ചോദിച്ചാൽ അതിനെന്ത് ഇവർ മറുപടി പറയും? ഈ വഹാബികൾ ഇവരിവിടെ ഇങ്ങനെ കുരക്കും തോറും ഇത് കൂടി വരികയാണ് ചെയ്യുന്നത്. ഇവരെ കുര അങ്ങോട്ട് കേൾക്കുന്നില്ല. ഇവരിങ്ങനെ കുരച്ച് ചാടിക്കൊണ്ടേ നടക്കുകയാണ്. ആവശ്യമുള്ള കാര്യത്തിലേക്കൊന്നുമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര പെൺകുട്ടികൾ വഴിപിഴച്ചു പോയി. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പാഠം കൊടുക്കുകയോ എന്തെങ്കിലും ഒരു വിഷയം പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുപോലെ എന്തെല്ലാം ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് വിവാദമായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മളൊക്കെ കേട്ടതാണ്. ഇനിയിപ്പോൾ വേറൊരു വിഷയം വന്നിരിക്കുന്നു. തുർക്കിയിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങൾ ഇസ്ലാം വിട്ടുപോകുന്നു എന്ന്. ഒരുപാട് മുസ്ലിം ഇസ്ലാം വിട്ടുപോകുന്നു തുർക്കിയിൽ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റം. അതാണ് 129 ആയത്ത് അൽ ബഖറയിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് പറയേണ്ടത് നിങ്ങൾ പറയുന്നില്ല എന്നത്. പറയേണ്ടത് മറച്ചു വെക്കുക. അതിനെക്കുറിച്ചല്ല, അല്ലാതെ ഈ നബിദിനം കൊണ്ടാടുന്നതിനെക്കുറിച്ചോ അത് കൊണ്ടാടുന്നത് തെറ്റാണോ എന്നല്ല പറഞ്ഞത്. എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ? എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കും. തക്കതായ മറുപടി ഞാൻ പറഞ്ഞു തരാം. തുർക്കിയിൽ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് ആളുകൾ ഇസ്ലാം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവിടെയും അങ്ങനെ പോയിട്ടുണ്ട്. ഇസ്ലാം വിട്ടുപോകുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഇസ്ലാമിന് പറയാനുള്ളത്, ഈ ഇസ്ലാമിൽ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ പഠിപ്പിക്കാത്ത കാര്യമാണ്, നിങ്ങൾ പറയാത്ത കാര്യമാണ്. നിങ്ങൾ പറയാത്ത കാര്യം പറയേണ്ടതാണ്, പക്ഷെ നിങ്ങൾ പറയുന്നില്ല. ഏതാണ് കാര്യം എന്നറിയോ? ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനെ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ? എന്താണ്? എപ്പോഴും അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഹിദായത്തിൽ നിന്ന് വഴി തെറ്റുന്നത് എന്നറിയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം, അള്ളാഹുവെ എന്നെ നീ മുഅ്മിനാക്കി ജീവിപ്പിക്കുകയും മുഅ്മിനാക്കി മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ആണ് പ്രാർത്ഥിച്ചത്. ഒരു പ്രവാചകനാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നെ നീ ഈ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന്. എന്താപ്പോൾ വഹാബിയുടെ സംസാരത്തിലാണെങ്കിൽ, വഹാബിയുടെ വിശ്വാസത്തിലാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും വഹാബി. അത് പ്രവാചകനല്ലേ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഒരു വഹാബി പറയൽ. പറയേണ്ടതാണ് മക്കളെ, പറയേണ്ടതാണ്. ഒരു മുഅ്മിന് ഞാൻ ഹജ്ജ് ചെയ്ത്, ഞാൻ സക്കാത്ത് കൊടുത്ത്, ഞാൻ നിസ്കരിച്ച്, ഞാൻ സുന്നത്തെടുത്ത്, ഞാൻ തസ്ബീഹ് ചൊല്ലി, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ഒക്കെ നടക്കുന്നവനാണ് എന്ന് ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ വിചാരമുണ്ടെങ്കിൽ ആ വിചാരം എടുത്തെറിയപ്പെടണം. താൻ മരിക്കുന്നത് വരെ മുഅ്മിനായി ജീവിക്കുകയും മുഅ്മിനായി മരിക്കുകയും ചെയ്യുമോ എന്ന് തനിക്ക് ഉറപ്പിക്കാനായിട്ടില്ല. താൻ ഹിദായത്തിന് ചോദിക്കണം. അള്ളാഹുവേ എന്നെ നീ വഴിതെറ്റിപ്പിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥന അവനിക്ക് എപ്പോഴും വേണം. ഇത് വഹാബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞു കൊടുത്തത് ഞങ്ങളാരും കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും ഇനി കേട്ടോ എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറിയിട്ട് മക്കളെ നിങ്ങൾ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്നും പോലും സുന്നികൾ പറയുന്ന അത്ര പറയുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാലോ. അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളെ ഹിദായത്തിലാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതും പറയുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇബ്ലീസ് എത്രയോ കാലം അള്ളാഹുവിന് ഇബാദത്തെടുത്തവനാ, അവൻ വഴി പിഴച്ചു പോയി. ഇബ്നു സക്കൻ്റെ കഥ നിങ്ങൾക്കറിയില്ലേ? ഇബ്നു സക്ക ആരായിരുന്നു? ഖുർആൻ മനഃപ്പാടമാക്കിയവനായിരുന്നു. ഒരു വലിയൻ്റെ അടുക്കൽ ചെന്നപ്പോൾ, ഹൗസ് എന്ന വലിയൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. കാലങ്ങൾക്ക് ശേഷം അയാൾ കാഫിറായിട്ടാണ് മരിച്ചത്. എന്തുണ്ടായി? അയാൾ പ്രസംഗവേദികളിലൊക്കെ
യുക്തിവാദികളെ തറ പറ്റിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ടും അയാളുടെ അന്ത്യം എന്തേ ഉണ്ടായത്? ചരിത്രമാണിതൊക്കെ. പിന്നെ നിങ്ങൾ ഈ കണ്ണടച്ചിട്ട് ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക? എന്ന് വെച്ചാൽ ഇത് ബിദ്അത്താണ്, ശിർക്കാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞാലും നബിദിനം ആഘോഷിക്കും. കാരണം നിങ്ങൾ കണ്ണടച്ചിട്ടാണ് രാത്രി രാത്രി എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ കണ്ണ് തുറന്നിട്ടാണ് നടക്കുന്നത്. ഏതായാലും അള്ളാഹു നിങ്ങൾക്കും നമ്മൾക്കും ഹിദായത്ത് തരട്ടെ. മരിക്കുന്നത് വരെ മുസ്ലിമായി ജീവിച്ച് മരിക്കുമ്പോഴും മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.